എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഫ്രഞ്ച് ബീൻസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ബീൻസ് ഇഷ്ടമില്ലാത്തവരാരും തന്നെ ഉണ്ടാവില്ല. നമ്മൾ മെഴുക്കുവരട്ടി, തോരൻ, പുലാവ്, വെജ് ബിരിയാണി എല്ലാത്തിലും നമ്മൾ ക്യാരറ്റ്, ബീൻസ് ഈ സാധനങ്ങൾ ഉപയോഗിക്കാറുണ്ടല്ലേ. ഇതിൽ ഈ ബീൻസിൽ ധാരാളമായിട്ട് ഫൈബർ അടങ്ങിയിരിക്കുന്നതിനാൽ നമ്മൾ കോളൻ ക്യാൻസർ അങ്ങനെയൊക്കെ ഉള്ളത് തടയാൻ വളരെ നല്ലതാണ്. പിന്നെ അതേപോലെ തന്നെ ഇതിൽ ധാരാളം ഇത് നമ്മുടെ കണ്ണിന് വളരെ നല്ലതാണ്. പിന്നെ നമ്മുടെ എല്ല്, ഹൃദയം, ഇതിനൊക്കെ ഈ ബീൻസ് കഴിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഇതിൻ്റെ തൈകൾ എങ്ങനെയാണ് നമ്മൾക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വിത്തുകൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അതല്ല നമുക്ക് കിട്ടാത്തവരാണെങ്കിൽ ഇങ്ങനെ ചെയ്യാവുന്നതാണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് ധാരാളമായിട്ട് നമുക്കിങ്ങനെ അവർ വാരിയിട്ട് തരുന്ന സമയത്തിന് നമുക്ക് ഇതിൽ പഴുത്തത് ഇങ്ങനെ നന്നായിട്ട് പഴുത്ത് ഇങ്ങനെ മഞ്ഞ കളറിൽ കിട്ടും. വെയിൽ കൊണ്ട് വാടി പഴുത്തതായിരിക്കരുത്. നമുക്ക് തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ല വിളഞ്ഞതാണോ ഇല്ലയോ എന്നുള്ള കാര്യം. ഇതിൽ നമുക്ക് ഇങ്ങനെ കിട്ടുന്ന ബീൻസ് നമ്മൾ പൊളിച്ചെടുത്തിട്ട് നമ്മൾ ഓരോരോ ബീൻസായിട്ട് നട്ടു കൊടുക്കുമ്പോൾ നട്ടു കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടച്ചു വെക്കുമ്പോൾ 2 ദിവസത്തിനുള്ളിൽ മുള വന്നിട്ട് ഇങ്ങനെ ഇതേപോലെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ വളർന്നു വരാൻ തുടങ്ങും. വളർന്നു വന്ന് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്നായിരിക്കും വളരുന്നത്. ഒരു 2 ദിവസം കൂടെ നമ്മൾ അടച്ചു വെക്കുക. അതിനുശേഷം അടച്ചു വെക്കരുത്. കാരണം ഇതിൻ്റെ ഇലകൾക്ക് കുറച്ച് സൂര്യപ്രകാശം കിട്ടിയെങ്കിൽ മാത്രമേ അതിന് അധികം വെയിലും ആകരുത്, വാടിപ്പോകാനിട വരരുത്. ഈ ഇലകൾക്ക് നല്ല പച്ച കളറ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സൂര്യപ്രകാശം കിട്ടത്തക്കവണ്ണം എടുത്തു വെക്കുക. ജനലിൻ്റെ അരികിലോ അല്ലെങ്കിൽ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്തു വെക്കുക. കുറച്ച് തണലും വേണം. അങ്ങനെ അത് വരുന്നതല്ലേ ഉള്ളൂ, വളർന്നു വരുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ എടുത്തു വെച്ച് കൊടുക്കുക. ഇനി പെട്ടെന്നായിരിക്കും ഇത് നീളം വെച്ച് പോകുന്നത്. നമ്മൾ ആ ബീൻസിൻ്റെ നീളം കണ്ടില്ലേ, അതുപോലെ പെട്ടെന്ന് ഇതിൻ്റെ തണ്ട് നീളം വെച്ചിട്ട് ഇങ്ങനെ വരുന്നതായിരിക്കും. പക്ഷേ വളരാണ്ടിരിക്കും. ഇത് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് പതുക്കെ വരുന്നുണ്ട്. പെട്ടെന്നായിരിക്കും നീളം വരുന്നത്. സാധാരണ പയർ പോലെ അല്ല, പെട്ടെന്ന് നീളം വെക്കും. എല്ലാ പയറും പെട്ടെന്ന് വളരും. ഇത് കണ്ടോ, ഡബിളായിട്ടായിരിക്കും വളർന്നു വരുന്നത്. അപ്പോൾ ഇത് ഒടിഞ്ഞു വീഴാതെ മറിഞ്ഞു വീഴാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നാലും അത് പിടിച്ച് നിന്നോളും, കുഴപ്പമൊന്നും ഉണ്ടാവില്ല, അത്ര പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ ഞാൻ ചെരിഞ്ഞിങ്ങനെ വീഴും. കാരണം ഇതിന് നീളം കൂടുതലല്ലേ. നീളം കൂടുമ്പോൾ ഇത് ഇങ്ങനെ വീണ് കിടക്കുന്നതാണ്. കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പിന്നെ വന്നു കഴിഞ്ഞാൽ 2 ഇല വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വെള്ളം ഇടയ്ക്കിടയ്ക്ക് വെള്ളം തളിച്ചു കൊടുക്കുക. അപ്പോൾ ഫോർ വാച്ചിങ്, പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.